ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവരിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ബജാജ് ചേതക് അർബാനി എന്ന മോഡലാണ്. അപ്പം നിങ്ങൾക്കറിയാം, ബജാജ് ചേതക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ട് 3-4 വർഷമായി. അവർ EV ആയിട്ടാണ് രണ്ടാമത് ബജാജ് ചേതക് ലോഞ്ച് ചെയ്തത്. ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് വെഹിക്കിൾ നമുക്ക് ധൈര്യമായിട്ട് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ, കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരത്തില്ല എന്ന് ഉറപ്പ് നൽകാൻ പറ്റിയൊരു വാഹനമാണ് ബജാജ് ചേതക്. ഇതിൻ്റെ നിർമ്മാണ നിലവാരം എടുത്ത് നോക്കിയാൽ, ആ ഒരു ബിൽഡ് ക്വാളിറ്റി എടുത്താലും, ആ ഒരു റൈഡിങ് കംഫർട്ട് എടുത്താലും നമുക്ക് പണി കിട്ടത്തില്ല എന്നുള്ളൊരു തോന്നൽ വരും. വേറെ ഇപ്പോൾ നിരവധി ഇലക്ട്രിക് ബ്രാൻഡ്സ് പുതിയതായിട്ട് വന്ന് നമുക്കറിയാം. ഓല, ഏതർ തുടങ്ങിയ വാഹനങ്ങളൊക്കെ. ഞാനൊരു ഓല ഓണർ കൂടിയാണ്. അപ്പോൾ ഓലയൊക്കെ ഞാൻ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് പേടിക്കും, ഒന്ന് ഞാൻ ചിന്തിക്കും, ഇനി എന്തെങ്കിലും പണി കിട്ടിയാൽ സർവീസ് ചെയ്യാൻ ഒരാളില്ല, അല്ല നമുക്ക് അത്രത്തോളം വിശ്വാസം പോരാ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതാകുമ്പോൾ ബജാജാണ്, വർഷങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ളൊരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ ഷോറൂമിൽ ചെന്ന് പെഡലേക്ക് പിടിക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു EV ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പം ബജാജ് ചേതക്കാണ്. പിന്നെ TVS iQube ഉണ്ട്, തുടങ്ങിയ വാഹനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ റിവ്യൂ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു ബജാജ് ചേതക്കും ഏതറും ഓലയും TVS iQube ഒക്കെ വെച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഇപ്പോൾ 2024 ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ബജാജ് ചേതക് അർബാനി എന്ന മോഡലാണ്. ഇപ്പോൾ 2 വേരിയൻസിലായിട്ട് നമുക്ക് ബജാജ് ചേതക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അർബാനിയും പ്രീമിയം എന്ന 2 വേരിയൻ്റാണ് വരുന്നത്. രണ്ടിൻ്റെയും റേഞ്ചും ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. എങ്കിലും ഒരുപടി മേളിൽ നിൽക്കുന്ന പ്രീമിയമാണ്. പക്ഷേ പ്രീമിയം ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം അത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. ഏകദേശം പ്രൈസ് വരുന്നത് 1,70,000 രൂപയാണ്. ആദ്യത്തെ ചേതക്കിൻ്റെ പ്രൈസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതൊരു വാല്യൂ ഫോർ മണി പാക്കേജാണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,31,000 രൂപ മാത്രമാണ്. ആ 1,30,000 തികച്ചും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വേരിയൻ്റാണ്. കാരണം ആ ഒരു ബിൽഡ് ക്വാളിറ്റി എടുത്താലും ഒറ്റ ചാർജ് 113 കിലോമീറ്റർ ട്രൂ റേഞ്ചാണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഒറ്റ ചാർജിൽ തന്നെ ഇപ്പോൾ ഏകദേശം 100 കിലോമീറ്റർ എന്തായാലും കിട്ടും എങ്ങനെ ഓടിച്ചാലും. ടോപ്പ് സ്പീഡ് വരുന്ന 69 കിലോമീറ്ററാണ്. അതുകൊണ്ട് തന്നെ വെച്ച് പൊളിക്കാൻ പറ്റിയൊരു വാഹനമൊന്നുമല്ല. ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിലും ഒരു റെട്രോ ക്ലാസിക് ലുക്കാണ് വാഹനത്തിന് വരുന്നത്. ആ ഒരു റൗണ്ട് ഷേപ്പ് ഹെഡ് ലാമ്പ് യൂണിറ്റ് ആയാലും ഇതൊക്കെ നമ്മൾ പഴയ ചേതക്കിൽ കണ്ട കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ കുറച്ചുകൂടി ഒന്ന് മോഡേൺ ചെയ്ത ഒരു റെട്രോ ക്ലാസിക് ലുക്കിലോട്ട് വാഹനം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫുൾ മെറ്റൽ ബോഡിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ ആ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ മികച്ച റോഡ് ഗ്രിപ്പാണ്. ആ ഒരു റൈഡിങ് കംഫർട്ട് നമുക്ക് തികച്ചും ഫീൽ ചെയ്യും. പിന്നെ സൈഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുവാണെങ്കിലും ടയർ സൈസ് MRFിൻ്റെ ടയറാണ് ഈ ഒരു പർട്ടിക്കുലർ വാഹനത്തിന് വന്നിരിക്കുന്നത്. ടയർ സൈസ് വരുമ്പോൾ 90-12 ടയർ സൈസാണ് വരുന്നത്. അലോയ് വീലും ഭംഗിയായിട്ടുണ്ട്. ഇപ്പം ഡിസ്ക് ബ്രേക്കൊക്കെ പ്രീമിയം എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. അത് മാത്രമേ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളൂ. വേറെ റേഞ്ച് എടുത്താൽ അത്യാവശ്യം റേഞ്ച് ഉണ്ട്, അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം കീലെസ് എൻട്രി പോലെയുള്ള സംഭവങ്ങൾ, ഇതൊക്കെ എനിക്ക് ഓലയിൽ മിസ് ചെയ്തൊരു സംഭവമാണ്. ഓലയിൽ പാസ്വേഡാണ്, അപ്പോൾ അത് കുറേ സമയം എടുക്കും നമുക്ക് വണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ പാസ്വേഡ് അടിച്ച്. പിന്നെ നമുക്കൊരു ഫിസിക്കൽ കീ ഉള്ളതാണ് എപ്പോഴും നമുക്ക് നല്ലത്. ഇപ്പോൾ ഒരു ഡബിൾ ടാപ്പ് ചെയ്ത വാഹനം ഓഫാവും, ഒരു സിംഗിൾ ടാപ്പ് ചെയ്ത വാഹനം സ്റ്റാർട്ടാവും. ഇനി ബ്രേക്ക് പിടിക്കുക, ഡ്രൈവ് ഇടുക, പോവുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ സെക്കൻഡ്സ്, ഓലയുടെ പകുതി സമയം പോലും വേണ്ട ഈ വാഹനം എടുത്തുകൊണ്ട് പോകാൻ. അപ്പോൾ അത്രയും നമുക്കൊരു ഫിസിക്കൽ കീ അടുത്തുണ്ടെങ്കിൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ പാസ്വേഡ് ആർക്കറിയാമെങ്കിലും ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. അതുപോലൊരു വലിയൊരു നെഗറ്റീവ് പോലെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ അതുമില്ല, എല്ലാം നല്ല ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാറിൻ്റെ സെറ്റപ്പ് തന്നെയാണ് ആ കാര്യത്തിലൊക്കെ ഈ വാഹനത്തിന് വരുന്നത്. ഡിസൈൻ വൈസ് ഫ്രണ്ട് ലുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു പൊസിഷനിങ്ങിനായാലും ഒക്കെ ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ക്രോം എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗാർഡ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആഡ് ചെയ്തതാണ്. അതിന് ഏകദേശം 2,600 രൂപ എക്സ്ട്രാ ആയി. പിന്നെ ഒരു ലേഡീസ് ഫുഡ് റെസ്റ്റും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വന്നിട്ടില്ല. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴും ഡീസൻ്റ് ആയിട്ടുള്ള സ്വിച്ച് ക്വാളിറ്റിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇൻഡിക്കേറ്റർ പൊസിഷനാണ്. കാരണം റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഉണ്ടെന്ന് മുമ്പ് ഇവിടെ ഇടാം, ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ മുമ്പ് ഇവിടെ ഇടാം. അപ്പോൾ നമ്മുടെ കൈ പോകുന്ന സ്ഥലത്ത് ഇൻഡിക്കേറ്റർ വെക്കോളും എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ഡിജിറ്റൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റേഞ്ച് കാണിക്കുന്നുണ്ട്, സ്പീഡ് കാണിക്കുന്നുണ്ട്, ടൈം, ന്യൂട്രൽ ഇൻഡിക്കേഷൻ. മോഡ്സിലോട്ട് വരുവാണെങ്കിൽ ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ ഡിസ്പ്ലേ ആയിപ്പോയി. പക്ഷേ നേരത്തെ ഇതിൽ വന്നുകൊണ്ടിരുന്ന പഴയ ചേതക്കിൽ വന്നുകൊണ്ടിരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കളറാക്കിയിട്ടുണ്ട്. പിന്നെ സ്വിച്ച് ക്വാളിറ്റി, അതിനുള്ള ഒരു ലൈറ്റ് ഇലുമിനേഷനും ഒക്കെ പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് വേറുള്ള വേരിയൻസിലെല്ലാം വരുന്നത്, അല്ലെ പ്രീമിയം വേരിയൻറ്റിൽ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഫിനിഷ് ആണെന്നുള്ളതാണ് മെയിനായിട്ടും വ്യത്യാസം വരുന്നത്. പിന്നെ ഈ ഒരു സ്വിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഇത് ഈ സ്റ്റോറേജ് സ്പേസ് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. കണ്ടാ, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഫസ്റ്റ് എയ്ഡ് കിറ്റും ചെറിയ റെയിൻ കോട്ട് സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ വെക്കാം. പിന്നെ ഈ ഒരു നമ്പർ 2443 എന്നുള്ളത്, അത് ഈ ഒരു അർബാനിയുടെ നമ്പറാണ് ആ വരുന്നത്. പിന്നെ ഈ മിറർ ക്വാളിറ്റിയൊക്കെ നിങ്ങളൊന്ന് നോക്കി, അത്രത്തോളം ഫിറ്റ് ആൻഡ് ഫിനിഷോട് കൂടിയാണ് കമ്പനി നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ അവസാന വാക്കാണ്. പിന്നെ ഒരു ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ കയറ്റത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു സവിശേഷത. പിന്നെ ഒരു 3 കിലോ വരെ തൂക്കാനുള്ളൊരു ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഹുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഈ ഒരു ലെഗ് സ്പേസ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഫ്ലോർ ബോർഡ് നോക്കുവാണെങ്കിൽ അവിടെ കുറച്ച് സ്പേസ് കുറവാണ്, നമുക്ക് ക്യാൻ വെക്കാനോ അല്ലെങ്കിൽ സിലിണ്ടർ കയറ്റാനൊന്നും പറ്റത്തില്ല. പിന്നെ സീറ്റ് നല്ല വീതിയുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്, അത്യാവശ്യം 2 പേർക്ക് നല്ല സുഖമായിട്ടിരിക്കാം. ബൂട്ട് സ്പേസ് നോക്കി ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസും ഉണ്ട്. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ടും വരുന്നത്. പക്ഷേ ചാർജിങ് പോർട്ട് നിങ്ങൾ ഓർക്കും അപ്പോൾ സീറ്റ് തുറന്നു വെക്കണമെന്ന് ആലോചിക്കും, പക്ഷേ സീറ്റ് അടച്ചുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും, അതും എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ഈ സീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ബീപ്പ് സൗണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓലയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്ന് പറയാനുള്ളൂ. ഒരു തരക്കേടില്ലാത്തൊരു സ്പേസ്, അത് കുറച്ച് എനിക്ക് കുറവായിട്ട് തോന്നി. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലൊക്കെ നോക്കാൻ നേരത്ത് ഫുൾ മെറ്റൽ ബോഡിയാണ് വരുന്നത്, നല്ല ഫുഡ് റെസ്റ്റ് കമ്പനി പുറകിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആ ഡിസൈനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ലേഡീസ് ഫുഡ് റെസ്റ്റ് നമ്മൾ എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറക്റ്റ് ഡ്രൈവ് സിസ്റ്റമാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു റിഫൈൻമെൻറ്റ് ലെവൽ എടുത്ത് പറയേണ്ടതാണ്, ഒരു രക്ഷയില്ല. കാരണം ആ ഒരു ഡ്രൈവബിലിറ്റി നമുക്ക് വാഹനത്തിന്, ഞാൻ ഓലയൊക്കെ ഓടിക്കുമ്പോൾ ആ ബെൽറ്റ് നോയ്സ് കേൾക്കും, ഏത് ഓടിക്കുമ്പോൾ നല്ല രീതിക്ക് ബെൽറ്റ് നോയ്സ് കേൾക്കും. ഏത് വാഹനം ഓടിക്കുമ്പോഴും ആ ഇലക്ട്രിക് ആ സാങ്കേതിക വിദ്യ ആ മോട്ടറിൻ്റെയോ അല്ലെ ഹബ് മോട്ടറിൻ്റെയോ എല്ലാം ഒരു മൂളിച്ചയൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. പക്ഷേ ഇത് ഇത്രയും റിഫൈൻമെൻറ്റ്, നമ്മൾ എഞ്ചിൻ്റെ കാര്യമാണ് സാധാരണ റിഫൈൻമെൻറ്റ് ഉണ്ടെന്ന് പറയുന്നത്, ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു EV ഞാൻ വേറെ ഓടിച്ചിട്ടില്ല. പിന്നെ ആ ഒരു റോഡ് ഗ്രിപ്പ് എടുത്ത് പറയേണ്ടതാണ്, അന്യായ റോഡ് ഗ്രിപ്പാണ്. കാരണം ഫുൾ മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ ഏകദേശം 131 കിലോയോളം ഈ വിമാനത്തിന് ഭാരം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈവബിലിറ്റി, നല്ല റൈഡ് ക്വാളിറ്റി, നല്ല റോഡ് ഗ്രിപ്പ് എന്നാണ് പറയേണ്ടത്. പിന്നെ സസ്പെൻഷൻ എടുത്ത് പറയുന്നുണ്ട്, ഫ്രണ്ടി മോണോ ഷോക്കാണ് സസ്പെൻഷൻ വരുന്നത്, നമ്മുടെ ജെൻവൺ ഓലയുടെ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ മികച്ച റൈഡ് ക്വാളിറ്റി തന്നെ നമുക്ക് ഈ വിമാനത്തിൽ ലഭിക്കുന്നുണ്ട്. റിയറിലും അത്യാവശ്യം നല്ല സസ്പെൻഷനാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മോശം റോഡിൽ കൂടി പോകുമ്പോഴും ബെറ്റർ ആയിട്ടുള്ള റൈഡ് ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്. പിന്നെ റിയർ സൈഡിലെ ഡിസൈൻ നോക്കാൻ നേരത്തും പഴയ ചേതക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പുതിയ ഫസീനുമായിട്ട് ഒരു കട്ടുണ്ടെന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതാണ്. ചേതക് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ഒരു ഡിസൈൻ എലമെൻറ്റ് ഇവിടെയും കമ്പനി ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ റൈറ്റ് സൈഡ് ലുക്ക് നോക്കുമ്പോഴും ആ അലോയിയുടെ ഡിസൈൻ എടുത്ത് കാണാം, കാരണം ഇവിടെ പ്രത്യേകിച്ച് എലമെന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ജെൻവൺ ഓലയുടെ പോലെ തന്നെ കാലിയാക്കിയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ അലോയിയുടെയൊക്കെ ഭംഗി എവിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള മിറേഴ്സാണ് വരുന്നത്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിലാണ് വരുന്നത്, മെറ്റൽ ഗ്രാഫ് ഹാൻഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ്, നമുക്ക് വാഹനം പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനായാലും എല്ലാത്തിലും ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. പുഷ് ബട്ടൻ്റെ ഒരു കൺട്രോൾ ഈ ഒരു പോസ്റ്റിലായിട്ട് പറയുന്നത്, അതാണ് നമ്മൾ വിട്ടുപോയ ഒരു കാര്യം. നമ്മുടെ കണക്കുകൾ വെച്ച് 1%-ന് 1 കിലോമീറ്റർ വെച്ച് വാഹനം റൺ ചെയ്യുന്നുണ്ട്. ടോപ്പ് സ്പീഡ് വരുന്നത് ഏകദേശം 69 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റേഞ്ച് ഉണ്ട്. ഒരു സാധാരണ ഒരു സ്കൂട്ടറിനെ സംബന്ധിച്ച് ഡെയിലി യൂസിന് ഒരു 40 കിലോമീറ്ററൊക്കെ ആവറേജ് ഒരു വാഹനം റൺ ചെയ്യാറുള്ളൂ. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ ചാർജ് ചെയ്താൽ മതി. ചാർജിങ് ടൈം വരുന്നത് ഏകദേശം 3.5 മണിക്കൂറാണ്. അപ്പോൾ നല്ല റൈഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ച്. നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ, ഒരു രക്ഷയില്ലെന്നാണ് പറയേണ്ടത്. വളരെ സ്മൂത്താണ്, ഈസി ആയിട്ട് മാനുവർ ചെയ്ത് നമുക്ക് ടൗണിൽ കൂടി കൊണ്ടു നടക്കാനായാലും നമുക്ക് ആ ഒരു ഹാൻഡിലുള്ള വെയിറ്റും ആ മൊത്തത്തിലുള്ള വണ്ടിയുടെ വെയിറ്റ് അനുഭവിച്ച് നല്ല ഈസി ആയിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു മുതലാണ്. നല്ല ലൗഡായിട്ടുള്ള ഹോണാണ്, അതും എടുത്ത് പറയേണ്ടതാണ്. നല്ല വിസിബിലിറ്റി ഉള്ള മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല ഉഡിമുണ്ട് വാഹനത്തിന്, ഏതൊരു വഴിയിലൂടെ നമുക്ക് തിരിച്ചെടുക്കാനും ഏതൊരു കയറ്റം വലിഞ്ഞു കയറാനും ഒന്നും ഒരു പമ്മൽ കാണിക്കാത്തൊരു വാഹനമാണ് ബജാജ് ചേതക്. പറഞ്ഞില്ല, ഇതിന് പോരായ്മ വളരെ കുറവാണ്, ഗുണങ്ങളാണ് കൂടുതൽ പോസിറ്റീവ്സ് ഉള്ളൊരു വാഹനമാണ് ബജാജ് ചേതക് ഇലക്ട്രിക്. പറഞ്ഞു എല്ലാം കൊണ്ടും സെറ്റ് വണ്ടിയാണ്, ഒന്നും പറയാനില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.